നമസ്കാരം. എല്ലാവർക്കും ഫയർ എക്സ്റ്റിംഗ്വിഷറുകളുടെ ഉപയോഗം എന്ന സെഷനിലേക്ക് സ്വാഗതം. തീപിടുത്തത്തെയും ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിക്കുന്നതിനെയും കുറിച്ചും ഉചിതമായ അറിവുണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. ഇതോടെ നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. ഇനി നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ഫയറും ഫയർ എക്സ്റ്റിംഗ്വിഷറുകളും നിർവചിക്കൽ, ഫയർ ടൈപ്പുകളെയും ഫയർ എക്സ്റ്റിംഗ്വിഷർ ടൈപ്പുകളെയും നിർവചിക്കൽ, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിക്കാനുള്ള പ്രൊസീജിയർ പ്രസ്താവിക്കൽ. ആദ്യം നമുക്ക് ഫയറിനെ കുറിച്ച് പഠിക്കാം. കത്തുന്ന വസ്തുക്കളെ കത്തിക്കുന്നതാണ് ഫയർ. അനാവശ്യമായ സ്ഥലത്തോ അവസരത്തിലോ അനിയന്ത്രിതമായ ഫയർ വസ്തുവകകൾക്കും വസ്തുക്കൾക്കും കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. ഫയറിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നു, ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നു. അതിനാൽ തീ തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തണം. മൂന്ന് ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് തീ തടയാൻ കഴിയും. അതായത് ഇന്ധനം, ചൂട്, ഓക്സിജൻ. ഫയർ കത്തുന്നത് തുടരുന്നതിന് ഈ ഘടകങ്ങൾ ഒരു കോമ്പിനേഷൻ ആയി ഉണ്ടായിരിക്കണം. നമുക്ക് അവ ഓരോന്നും ചുരുക്കത്തിൽ നോക്കാം. ഇന്ധനം. ആവശ്യത്തിന് ഓക്സിജനും താപവും നൽകിയാൽ ഏതൊരു പദാർത്ഥമോ ദ്രാവകമോ ഖരമോ വാതകമോ കത്തുന്നു. ഹീറ്റ്. ഇന്ധനം ഫ്ലാഷ് ഫയർ പോയിന്റ് ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ തീ ആളിക്കത്തുന്നു. ഓക്സിജൻ. സാധാരണഗതിയിൽ ഫയർ കത്തുന്നതിനാവശ്യമായ അളവിൽ ഓക്സിജൻ വായുവിലുണ്ട്. വായുവിൽ 21% ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഫയർ കെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാം. ഇന്ധനം, താപം, ഓക്സിജൻ എന്നീ മൂന്ന് ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ വേർപ്പെടുത്തുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് ഫയറിനെ കെടുത്തും. ഇത് നേടുന്നതിന് 3 അടിസ്ഥാന മാർഗങ്ങളുണ്ട്. സ്റ്റാർവിംഗ് ദ ഫയർ, ഇന്ധനം മാറ്റൽ. സ്മോദറിംഗ്, ഓക്സിജൻ ഒഴിവാക്കൽ. കൂളിംഗ്, തണുപ്പിക്കൽ. ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ഫയറിൻ്റെ സമീപത്തുള്ള ഇന്ധനം നീക്കം ചെയ്തുകൊണ്ട് തീ ക്ഷയിപ്പിക്കാം. സ്മോദറിംഗ്. തീ ഫോം, സാൻഡ് എന്നിവ കൊണ്ട് പുതപ്പിച്ച് ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതാക്കിയാണ് സ്മോദറിംഗ് നടത്തുന്നത്. കൂളിംഗ്. വെള്ളം ഉപയോഗിച്ച് ടെമ്പറേച്ചർ താഴ്ത്തിയാണ് കൂളിംഗ് നടത്തുന്നത്. ഇനി നമുക്ക് അഗ്നിബാധ തടയുന്നത് എങ്ങനെയെന്ന് നോക്കാം. മിക്ക ഫയറും ആരംഭിക്കുന്നത് ചെറിയ പൊട്ടിത്തെറികളിൽ നിന്നാണ്. അത് അനിയന്ത്രിതമായി വലിയ തീയായി മാറുന്നതുവരെ ശ്രദ്ധിക്കാതെ പോകുന്നു. കൂടുതൽ ശ്രദ്ധയോടെയും ചെറിയ സാമാന്യ ബുദ്ധിയുടെ ചില നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയും മിക്ക തീപിടുത്തങ്ങളും തടയാൻ കഴിയും. ഏതെങ്കിലും കോണുകളിൽ കത്തുന്ന മാലിന്യങ്ങൾ, അതായത് എണ്ണയിൽ മുക്കിയ കോട്ടൺ മാലിന്യങ്ങൾ, സ്ക്രാപ്പ് വുഡ്, കടലാസ് മുതലായവ അടിഞ്ഞുകൂടുന്നത് ഫയറിന് കാരണമാകും. മാലിന്യങ്ങൾ കലക്ഷൻ പോയിന്റിലേക്ക് നീക്കം ചെയ്യണം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ ഫയറിനുള്ള കാരണങ്ങൾ ദുരുപയോഗം അല്ലെങ്കിൽ അവഗണന, ലൂസ് കണക്ഷൻ, തെറ്റായി റേറ്റ് ചെയ്ത ഫ്യൂസുകളും കേബിളുകളും, ഓവർലോഡഡ് സർക്യൂട്ടുകളും അമിതമായി ചൂടാകുന്നതിന് കാരണമായി തീയിലേക്ക് നയിച്ചേക്കാം. ഫയറിൻ്റെ സാധ്യതയുള്ള വസ്ത്രങ്ങളും മറ്റെന്തും ഹീറ്ററുകളിൽ നിന്നും ദൂരെ സൂക്ഷിക്കണം. ഒരു പ്രവൃത്തി ദിവസത്തിൻ്റെ അവസാനം ഹീറ്റർ ഷട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഹൈലി ഫ്ലെയിമബിൾ ലിക്വിഡുകളും പെട്രോളിയം മിക്സറുകളും, അതായത് തിന്നർ, അഡസീവ് സൊല്യൂഷൻസ്, സോൾവൻസ്, കെറോസിൻ, സ്പിരിറ്റ്, LPG ഗ്യാസ് മുതലായവ കത്തുന്ന മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കണം. അടുത്തതായി നമുക്ക് ഫയറിൻ്റെ ക്ലാസിഫിക്കേഷനും ശുപാർശ ചെയ്യുന്ന എക്സ്റ്റിംഗ്വിഷിംഗ് ഏജൻറ്റുകളും നോക്കാം.
ക്ലാസ് എ, ബി, സി ആൻഡ് ഡി എന്നിങ്ങനെ ഫ്യൂവലിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഫയറിനെ പ്രധാനമായും 4 തരംതിരിച്ചിരിക്കുന്നു. താഴെ കാണിച്ചിരിക്കുന്നത് പോലെ ഇലക്ട്രിക്കൽ ആൻഡ് കിച്ചൺ ഹസാർഡുകളുമായി ബന്ധപ്പെട്ട് മറ്റ് ഫയറുകളെ യഥാക്രമം ക്ലാസ് ഇ, ക്ലാസ് എഫ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജന്റ് ഏതാണെന്ന് പഠിക്കാം. സാധാരണയായി, എന്നാൽ എല്ലായ്പ്പോഴുമല്ല, ഫയറിൽ സ്പ്രേ ചെയ്യാനായി സംവിധാനമുള്ള ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗിൽ അടങ്ങിയിട്ടുള്ള തീ കെടുത്താൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അഥവാ സബ്സ്റ്റാൻസ് ആണ് ഏജന്റ്. ഒരു പ്രത്യേകതരം ഫയറിൻ്റെ ശരിയായ ടൈപ്പ് ഏജന്റിനെ അറിയേണ്ടത് പ്രധാനമാണ്. തെറ്റായത് ഉപയോഗിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. ഇനി നമുക്ക് എന്താണ് എക്സ്റ്റിങ്ക്വിഷറുകൾ എന്ന് നോക്കാം. ചെറിയ ഫയറുകൾ കെടുത്താനോ നിയന്ത്രിക്കാനോ ഉപയോഗിക്കുന്ന ഒരു സജീവമായ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഉപകരണമാണ് ഇത്. വ്യത്യസ്ത തരം ഫയറുകളെ നേരിടാൻ വ്യത്യസ്ത തരം എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജന്റുകളോട് കൂടിയ പലതരം ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഇന്ന് ലഭ്യമാണ്. നമുക്കിനി ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളുടെ ടൈപ്പുകൾ നോക്കാം. പ്രധാനമായും 5 ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളാണ് ഉള്ളത്. അവ വാട്ടർ, ഫോം, പൗഡർ, കാർബൺ ഡയോക്സൈഡ്, വെറ്റ് കെമിക്കൽ. നമുക്ക് ഇവ ഓരോന്നും വിശദമായി നോക്കാം. ആദ്യം നമുക്ക് വാട്ടർ ബേസ് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്വിഷറുകൾ പഠിക്കാം. വാട്ടർ ബേസ് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്വിഷറുകൾ വളരെ സാധാരണമാണ്. അവ ഖരവസ്തുക്കളിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിൽ പേപ്പർ, തടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോളിഡ് ഫ്യൂൽ എന്നിവ ഉൾപ്പെടാം. വാട്ടർ ബേസ് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്വിഷറുകളിൽ പ്രധാനമായും വെള്ളമാണ് നിറയ്ക്കുന്നത്. ഇത് പുറത്തു വരാൻ സഹായിക്കുന്നതിന് കംപ്രസ് ചെയ്ത വായുവും ഉപയോഗിക്കുന്നു. ചിലതിൽ കൂടുതൽ ഫലപ്രദമാകാൻ സഹായിക്കുന്ന ഒരു അഡിറ്റീവും ഉണ്ടാകും. ഇനി നമുക്ക് ഫോം എക്സ്റ്റിങ്ക്വിഷറുകൾ നോക്കാം. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫയർ പോലെ കത്തുന്ന ദ്രാവകങ്ങളിൽ ഫോം എക്സ്റ്റിങ്ക്വിഷറുകൾ ഉപയോഗിക്കുന്നു. വാട്ടർ എക്സ്റ്റിങ്ക്വിഷറുകൾ പോലെ തന്നെ സോളിഡ് ഫ്യൂൽ ഫയറുകളിലും ഇവ ഉപയോഗിക്കാം. ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ വാട്ടർ ബേസ് ആയിട്ടുള്ളതും അതിനാൽ ഇവ സോളിഡ് ഫ്യൂലുകളിൽ ഉപയോഗിക്കാം. കൂടാതെ കൂളിംഗ് എഫക്റ്റും ഉള്ളതാണ്. അവയിൽ ആക്വസ് ഫിലിം ഫോമിംഗ് ഫോം ഉള്ളതിനാൽ അത് ഫയറിനെ സ്മൊദർ ചെയ്ത് ഏത് ഫ്ലെയിമബിൾ വേപ്പറിനെയും മൂടുകയും തീ ആളിക്കത്തുന്നത് തടയപ്പെടുകയും ചെയ്യുന്നതിനാലാണ് ഫ്ലെയിമബിൾ ലിക്വിഡുകൾ കൈകാര്യം ചെയ്യാൻ ഇവ ഉപയോഗിക്കുന്നത്. ഫ്ലെയിമബിൾ ഗ്യാസസ്, ഫ്ലെയിമബിൾ മെറ്റൽ, ഇലക്ട്രിക്കൽ ഫയർ ആൻഡ് കുക്കിംഗ് ഓയിൽ ഫയറുകൾ എന്നിവയിൽ ഇത് ഉപയോഗിക്കരുത്. ഇനി നമുക്ക് കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകളെക്കുറിച്ച് പഠിക്കാം. സാധാരണയായി കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളിലാണ് ഉപയോഗിക്കുന്നത്. ഫോം എക്സ്റ്റിങ്ക്വിഷറുകൾ പോലെ തന്നെ ഫ്ലെയിമബിൾ ലിക്വിഡുകൾ കെടുത്താനും ഇവ ഉപയോഗിക്കാം. പൊതുവേ കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ തുറന്ന വായുവിൽ ഫലപ്രദമല്ല. കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ ഇലക്ട്രിക്കൽ ഫയറിന് അനുയോജ്യമായതിനാൽ അവ പൊതുവെ ഓഫീസുകളിലോ ധാരാളം ഇലക്ട്രിക്കൽ ഡിവൈസുകൾ ഉള്ള സ്ഥലങ്ങളിലോ കാണപ്പെടുന്നു. കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ ഒരു കറുത്ത ലേബൽ ഉപയോഗിക്കുന്നു. നമുക്കടുത്തത് ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകളെക്കുറിച്ച് പഠിക്കാം. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ ഉൾപ്പെടെ കൂടുതൽ ഫയർ ടൈപ്പുകൾക്ക് ഉപയോഗിക്കാം. ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ എ, ബി, സി ഫയർ ടൈപ്പുകളിലും ഉപയോഗിക്കാം. മഗ്നീഷ്യം, ടൈറ്റാനിയം തുടങ്ങിയ ലോഹങ്ങളിലെ ടൈപ്പ് ഡി ഫയർ കെടുത്താനും ഇത് ഉപയോഗിക്കാം. ഫ്യൂൽ സോഴ്സ് മൂടി ഫയറിനെ സ്മൊദർ ചെയ്യാനായി പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഉപയോഗിക്കുന്നു.
അതിനാൽ ഫ്യൂവലിലേക്ക് ഓക്സിജൻ ലഭിക്കുന്നത് അത് തടയുന്നു. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകൾ പരിമിതമായ ഇടങ്ങളിൽ ഉപയോഗിക്കരുത്. കാരണം പുറത്തുവിടുന്ന പാർട്ടിക്കിളുകൾ എളുപ്പത്തിൽ ശ്വസിക്കാം. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഓയിൽ ഫയറുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകൾ ബ്ലൂ ലേബലിൽ ആണ് ഉപയോഗിക്കുന്നത്. നമുക്കടുത്തത് വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്വിഷറുകളെക്കുറിച്ച് പഠിക്കാം. കുക്കിംഗ് ഓയിലുകളിലും ഫാറ്റുകളിലും ഫ്യുവൽ ആയിട്ടുള്ള ഫയർ ഉപയോഗിക്കാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്വിഷറുകൾ. ഇത്തരത്തിലുള്ള എക്സ്റ്റിങ്ക്വിഷർ ഫയറിനെ തണുപ്പിച്ച് അണയ്ക്കുന്നു. ഇവ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇടങ്ങൾ ഫ്ലേമബിൾ ലിക്വിഡുകൾ, ഫ്ലേമബിൾ ഗ്യാസുകൾ, ഫ്ലേമബിൾ മെറ്റൽ, ഇലക്ട്രിക്കൽ ഫയർ എന്നിവയിൽ. വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്വിഷറുകൾ യെല്ലോ ലേബൽ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളുടെ പ്രവർത്തനത്തിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഈ പ്രൊസീജിയറിൽ 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. സ്റ്റെപ്പ് 1 അലേർട്ടിംഗ്, സ്റ്റെപ്പ് 2 ഫയർ ടൈപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, സ്റ്റെപ്പ് 3 ഫയർ തണുപ്പിക്കൽ. നമുക്ക് ഓരോ സ്റ്റെപ്പിനെക്കുറിച്ചും വിശദമായി പഠിക്കാം. ആദ്യം നമുക്ക് അലർട്ടിംഗ് സ്റ്റേജ് നോക്കാം. ഫയർ കാണുമ്പോൾ ഫയർ 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 എന്ന് ഉറക്കെ വിളിച്ച് ചുറ്റുമുള്ള ആളുകളെ അറിയിക്കുക. ഫയർ സർവീസിൽ അറിയിക്കുകയോ അറിയിക്കാനുള്ള ക്രമീകരണം ഉടൻ നടത്തുകയോ ചെയ്യുക. എമർജൻസി എക്സിറ്റ് തുറന്ന് അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുക. ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ഓഫ് ചെയ്യുക. ആളുകളെ ഫയറിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക. അടുത്തതായി നമുക്ക് തീയുടെ ടൈപ്പ് തിരിച്ചറിയൽ ഘട്ടത്തെക്കുറിച്ച് പഠിക്കാം. ഫയർ ടൈപ്പ് വിശകലനവും തിരിച്ചറിയലും. ഫ്ലേമബിൾ ഫ്യൂവലുകൾ പോലുള്ള ഒരു തരം ബി ഫയർ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ കണ്ടെത്തിയാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പരിശോധിക്കുക. അടുത്തത് നമുക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് സ്റ്റേജിലേക്ക് പോകാം. സീൽ പൊട്ടിക്കുക. ഹാൻഡിലിൽ നിന്ന് സേഫ്റ്റി പിൻ വലിക്കുക. ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ മുകളിലാണ് പിൻ സ്ഥിതി ചെയ്യുന്നത്. എക്സ്റ്റിങ്ക്വിഷർ നോസിലോ ഹോസിലോ ഫയറിൻ്റെ ബേസിലേക്ക് ലക്ഷ്യമിടുക. ഇത് ഫ്യുവൽ ഫയറിൻ്റെ ഉറവിടം നീക്കം ചെയ്യും. സ്വയം താഴുക. ഏജന്റ് ഡിസ്ചാർജ് ചെയ്യാൻ ഹാൻഡിൽ ലിവർ പതുക്കെ ഞെക്കുക. ഫയർ കെടുന്നതുവരെ ഫ്യുവൽ ഫയറിൽ ഏകദേശം 15 സെൻറ്റിമീറ്റർ വീശുക. ഈ പ്രക്രിയയിൽ സ്വീകരിക്കേണ്ട പ്രിക്കോഷനുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഫയർ അണയ്ക്കുമ്പോൾ ഫയർ ആളിപ്പടരാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായി മാറ്റിവെക്കുന്നതുവരെ പരിഭ്രാന്തരാകരുത്. നിങ്ങൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ചതിന് ശേഷവും ഫയർ അണയുന്നില്ലെങ്കിൽ ഫയർ പോയിന്റിൽ നിന്നും മാറുക. വിഷപ്പുക പുറന്തള്ളുന്നിടത്ത് ഫയർ അണയ്ക്കാൻ ശ്രമിക്കരുത്. അത് പ്രൊഫഷണലുകളെ ഏൽപ്പിക്കുക. പുനരാഖ്യാനത്തിന് നമ്മൾ പഠിച്ചത് ഫയറും ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളും നിർവചിക്കാൻ, ഫയർ ടൈപ്പുകളെയും ഫയർ എക്സ്റ്റിങ്ക്വിഷർ ടൈപ്പുകളെയും നിർവചിക്കാൻ, ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഉപയോഗിക്കാനുള്ള പ്രൊസീജിയർ പ്രസ്താവിക്കാൻ. അങ്ങനെ ഇത്രയുമാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളെ കുറിച്ചുള്ളത്. നിങ്ങൾ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.